പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പഞ്ചതന്ത്രത്തിലെ 23ാമത്തെ കഥയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ കഥയുടെ ടൈറ്റിൽ മൂഢനും വിദ്വാനും. ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. രാജാവിന്റെ അംഗരക്ഷകനായിട്ട് സേവകനായിട്ട് ഒരു കുരങ്ങനും ഉണ്ടായിരുന്നു. രാജാവിനോട് കുരങ്ങന് ഭയങ്കര ഭക്തിയാണ്. രാജാവിന് വേണ്ടി ജീവത്യാഗം വരെ ചെയ്യാൻ കുരങ്ങൻ സന്നദ്ധനാണ്. അങ്ങനെ വളരെ നല്ല ഒരു സേവകനായിട്ട് രാജാവിനോടൊപ്പം ഈ കുരങ്ങൻ കഴിഞ്ഞുകൂടുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാജാവ് കിടന്നുറങ്ങുമ്പോൾ ഈ കുരങ്ങൻ കാവലായിട്ട് തൊട്ടടുത്ത് നിന്നു. ഏതെങ്കിലും ശത്രുക്കൾ വന്നാൽ അതിനെ നേരിടാനായി ഒരു വാളുകൊണ്ട് കയ്യിൽ. ഇങ്ങനെ കുരങ്ങൻ നോക്കി നിൽക്കുമ്പോൾ ഒരു ഈച്ച വന്ന് രാജാവിന്റെ നെഞ്ചത്ത് ഇരുന്നു. കുരങ്ങൻ ആ ഈച്ചയെ ആട്ടി ഓടിച്ചെങ്കിലും പിന്നെ ഈച്ച വന്നിരിക്കും. അപ്പോ ഇത് കണ്ട് സഹികെട്ട് ഈച്ചയെ അങ്ങ് കൊന്നുകളഞ്ഞേക്കാം എന്ന് കരുതി ഈച്ച വന്ന് രാജാവിന്റെ ദേഹത്തിരുന്നപ്പോൾ കുരങ്ങൻ ഈച്ചയ്ക്ക് നേരെ ആഞ്ഞു വെട്ടി. ഈച്ച തെന്നിപ്പാറി പറന്നുപോയി. രാജാവ് വെട്ടേറ്റ് മരിക്കുകയും ചെയ്തു. അതായത് മൂഢനായ സേവകനെ കൊണ്ട് രാജാവിന് ചരമഗതി അടയേണ്ടി വന്നു. ഇതുപോലെ തന്നെ ആ നാട്ടിൽ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം മഹാപണ്ഡിതനായിരുന്നു. പക്ഷെ എന്തോ പാപം നിമിത്തം ഇയാൾ ഒരു കള്ളനായി തീർന്നു. ഇയാൾക്ക് എല്ലാവരോടും വിരോധമാണ്. അതങ്ങനെയാണല്ലോ. പൊതുവെ മൂഢന് വിദ്വാനോടും തറവാടിയോട് ചെറ്റയ്ക്കും ധർമ്മിഷ്ഠനോട് പാപിക്കും സുന്ദരനോട് വിരൂപനും ധനവാനോട് ദരിദ്രനും കുലസ്ത്രീയോട് വേശിക്കും വിദ്വേഷം തോന്നും, അരിശം തോന്നും. അവർ ശത്രുക്കളാണ്, ജന്മനാ ശത്രുക്കളാണ്. അതുപോലെ ഈ പണ്ഡിതൻ, ഈ ബ്രാഹ്മണൻ മഹാപണ്ഡിതനാണെങ്കിലും ഇവന് മറ്റുള്ളവരോടും പ്രത്യേകിച്ച് സഹബ്രാഹ്മണന്മാരോടും വളരെ വിദ്വേഷമായിരുന്നു. അങ്ങനെ ഇരിക്കെ മറുനാട്ടിൽ നിന്ന് 4 ബ്രാഹ്മണന്മാർ ആ നാട്ടിൽ വന്നു. അവർക്ക് ഒത്തിരിയേറെ പണവും സമ്പത്തും അമൂല്യ രത്നങ്ങളും പൊതിഞ്ഞ ഒരു ഭാണ്ഡവും കയ്യിലുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഈ കള്ളൻ ബ്രാഹ്മണൻ അതെങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം, ഇവരെ കൊന്നിട്ടാണെങ്കിലും വേണ്ടില്ല, അത് തനിക്കാക്കി എടുക്കണം എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി ഇവരുടെ കൂടി പണ്ഡിത വചനങ്ങൾ പറയുകയും ബ്രാഹ്മണന്മാരുടെ ഭാഷ അനുസരിച്ച് സംസാരിക്കുകയും അവരുടെ കുശലം അന്വേഷിക്കുകയും അവർക്ക് വേണ്ട സഹായം ചെയ്യുകയും എല്ലാം ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയി. മുന്നോട്ട് പോകുമ്പോൾ ഒരു കാട്ടുപ്രദേശത്തു കൂടി അവർ പോകേണ്ടിയിരുന്നു. ആ കാട്ടുപ്രദേശത്ത് ചെല്ലുമ്പോൾ ചില കാക്കകൾ, അതൊരു വേടന്റെ ചാരന്മാരായിരുന്നു ഈ കാക്കകൾ. ഈ കാക്കകൾ വിളിച്ചു പറഞ്ഞു, ആണ്ടെ ബ്രാഹ്മണന്മാർ വരുന്നു, കയ്യിൽ രത്നങ്ങളും ധാരാളം പണവുമുണ്ട് എന്നീ കാക്ക വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് ഒരു വേടൻ പാഞ്ഞു വന്നു. വേടന്റെ കൂടെ ചില സഹചരന്മാരുണ്ടായിരുന്നു. അവർ ഈ ബ്രാഹ്മണന്മാരെ തടഞ്ഞു നിർത്തി, കാക്കകൾ കള്ളം പറയില്ലല്ലോ, നിങ്ങളുടെ ഈ സ്വർണവും നിങ്ങളുടെ പണവും ഇവിടെ എടുത്തു വെക്കാൻ പറഞ്ഞു. അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, ഞങ്ങൾ ഈ സ്വർണമില്ല, രത്നമില്ല, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും വേടന് അത് സ്വീകാര്യമായില്ല. അയാൾ പറഞ്ഞു, ഈ കാക്കകള് ദീർഘദൃഷ്ടിയുള്ളവരും മറ്റുള്ളവരുടെ കാര്യങ്ങള് പരഹൃദയ ജ്ഞാനമുള്ളവരുമാണ്. അവർക്ക് തെറ്റുപറ്റാറില്ല. സ്വർണം നിങ്ങളുടെയിലുണ്ട്, രത്നം നിങ്ങളുടെയിലുണ്ട്. എടുത്തു തന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൊന്നിട്ട് അത് എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കും. അപ്പോൾ ഈ കള്ളനായ ബ്രാഹ്മണൻ അവൻ മനസ്സിൽ വിചാരിച്ചു, ഏതായാലും മരിക്കാൻ പോവുകയാണ്. ബ്രാഹ്മണർക്ക് വേണ്ടി ജീവൻ ത്യജിക്കുന്നത് അവർക്ക് സ്വർഗം കിട്ടും എന്നാണല്ലോ അവരുടെ വിശ്വാസം. അതുകൊണ്ട് ഏതായാലും മരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയിട്ടെങ്കിലും ഞാൻ ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കാം എന്നുള്ളിൽ വിചാരിച്ച് ഈ കള്ളനായ ബ്രാഹ്മണൻ വേടനോട് പറഞ്ഞു, സുഹൃത്തെ, സ്വർണവും മറ്റ് സമ്പത്തും ഞങ്ങളുടെ ഇല്ല എന്നുള്ളത് സത്യമാണ്. ഇനി നിങ്ങൾ എന്നെ കൊന്നിട്ട് എന്നെ ദേഹം പരിശോധിച്ചു, അപ്പോൾ അതിനകത്ത് സ്വർണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാമില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ആവുമല്ലോ. ഇത് കേട്ട ഉടനെ വേടൻ ഇയാളെ കൊന്ന് ഇയാളുടെ ശരീരത്തിൽ പല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ടും യാതൊരു സ്വർണവും കിട്ടിയില്ല, പണവും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. അപ്പോ ഇത് കണ്ടിട്ട് ഇതില് മനസ്താപം കൊണ്ട് ഈ വേടൻ മറ്റ് 4 ബ്രാഹ്മണന്മാരെ ഫ്രീ ആയിട്ട് വിട്ടയച്ചു. ഇവന് കരടകൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മൂഢന്മാരെ സേവകരാക്കി നിർത്തുന്ന
രാജാവ് അല്ലെങ്കിൽ പ്രഭു നശിച്ചു പോകും. അതോടൊപ്പം തന്നെ ശത്രു പണ്ഡിതനാണെങ്കിൽ ചിലപ്പോൾ അവരുടെ പാണ്ഡിത്യം കൂടെയുള്ളവരെ രക്ഷിക്കും. അതാണ് ബ്രാഹ്മണന്റെ കഥ. പ്രിയ സുഹൃത്തുക്കളെ, പഞ്ചതന്ത്രത്തിലെ 23 കഥകളാണ് നമ്മൾ പൂർത്തിയാക്കിയത്. അപ്പൊ ആദ്യത്തെ തന്ത്രം, ആദ്യത്തെ പുസ്തകം പൂർത്തിയായി. അതായത് ഡിസോണൻസ് അമംഗ് ഫ്രണ്ട്സ്, മിത്രസംവേദം, അതായത് മിത്രങ്ങളെ നഷ്ടപ്പെടുത്തല്. ഈ ബുക്ക്, ഈ തന്ത്രം ഇന്നിവിടെ പൂർത്തിയായി. ഇനി അടുത്തതായിട്ട് മിത്രത്തെ സമ്പാദിക്കല്, അതായത് വിന്നിങ് ഓഫ് ഫ്രണ്ട്സിലേക്ക് കിടക്കാണ്. അത് 2ാമത്തെ ബുക്കാണ്. അതിൽ 7 കഥകളുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം പരിഗണിക്കാം, കേൾക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു, ഓൾ ഓഫ് യു.